പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സുഖമായിരിക്കുമല്ലോ. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യ മുന്നണി തീർച്ചയായിട്ടും ജൂൺ 4 തൊട്ട് അധികാരത്തിൽ വരും. ഇന്ത്യ മുന്നണി ഒരു സർക്കാർ രൂപീകരിക്കും എന്ന് വെച്ചാൽ നമ്മുടെ രാഹുൽ ഗാന്ധി ആയിരിക്കും ഇനി അങ്ങോട്ട് പ്രധാനമന്ത്രി. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായി കഴിഞ്ഞാൽ ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ BJPക്ക് ഏറ്റവും മികച്ചൊരു റെക്കോർഡാണ് കിട്ടാൻ പോകുന്നത്. നമ്മുടെ ബഹുമാന്യനായ ശ്രീ നരേന്ദ്ര മോദിജിക്കും അമിത് ഷായ്ക്കും ഒക്കെ ഏറ്റവും എന്താ പറയുക ഏറ്റവും മികച്ചൊരു റെക്കോർഡാണ് കിട്ടാൻ പോകുന്നത്. കാരണം ഏറ്റവും കൂടുതൽ അതായത് തുടർച്ചയായിട്ട് പ്രതിപക്ഷ പാർട്ടിയായി നിലകൊണ്ട ലോകത്തിലെ ഒരേ ഒരു പാർട്ടി എന്ന റെക്കോർഡ് തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായി കഴിഞ്ഞതിന് ശേഷം BJPക്ക് കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല. കാരണം രാഹുൽ ഗാന്ധി നിലകൊള്ളുന്നത് നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്കൊപ്പമാണ്, അല്ലാതെ വൻ സ്രാവുകൾക്കൊപ്പമല്ല. അതായത് അമിത് ഷാ എന്നാണ് പറയുന്നത്, അദാനിക്കും അംബാനിക്കും ഒപ്പമല്ല. അമിത് ഷാ, അദാനി, അംബാനി, നരേന്ദ്രമോദി ഇവരെ 4 പേരിലും ഇവരാരാന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്തൊരു അവസ്ഥ നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രി ഉണ്ടാക്കി വെച്ചത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ നമ്മുടെ നരേന്ദ്രമോദി വോട്ട് ചോദിക്കുന്നതും രാഹുൽ ഗാന്ധി വോട്ട് ചോദിക്കുന്നതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നുഴഞ്ഞു കയറ്റക്കാർ, വലിഞ്ഞു കയറി വന്നവർ, ഒരുപാട് കുട്ടികളെ പ്രസവിക്കുന്നവർ എന്നൊക്കെ ഒരു പ്രത്യേക വിഭാഗത്തെ നോക്കി ചീത്ത പറഞ്ഞുകൊണ്ടല്ല രാഹുൽ ഗാന്ധി വോട്ട് ചോദിക്കുന്നത്. രാഹുൽ ഗാന്ധി പാവങ്ങളുടെ ആവശ്യങ്ങളെ നടത്തി തരും എന്ന് വാക്ക് നൽകിക്കൊണ്ടാണ് രാഹുൽ ഗാന്ധി വോട്ട് ചോദിക്കുന്നത്. അതിൻ്റെ ഭാഗമായി അദ്ദേഹം ഇന്ന് കർഷകരുടെ കടങ്ങൾ എഴുതി തള്ളുമെന്നും ജൂലൈ 1 മുൻപ് തന്നെ എല്ലാ വാഗ്ദാനങ്ങളും നടപ്പാക്കുമെന്നും ഇന്നത്തെ പ്രചാരണ റാലിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം അദ്ദേഹം എന്താ പറയുക, ജൂൺ 4 മുന്നേ സ്വന്തമായിട്ടൊരു സർക്കാർ രൂപീകരിക്കുമെന്നും ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ഒരു പ്രവചനമായിട്ടൊന്നുമല്ല. നിങ്ങളെങ്ങനെയാണോ കാര്യങ്ങളെ കാണുന്നത്, മനസ്സിലാക്കുന്നത്, ഇപ്പോൾ ന്യൂസൊക്കെ കണ്ടിട്ടല്ലേ നിങ്ങൾ കാര്യങ്ങളെ മനസ്സിലാക്കുന്നത്. അല്ലാതെ ഉത്തരേന്ത്യയിലെ കാര്യങ്ങൾ അറിയാൻ അവിടെ വരെ പോവുകയോ അല്ലെങ്കിൽ എല്ലാ ദിവസവും മുഖ്യമന്ത്രിൻ്റെയും പ്രതിപക്ഷ നേതാവിൻ്റെയും ഒക്കെ കൂടെ സഞ്ചരിച്ചുകൊണ്ടൊന്നുമല്ലല്ലോ നമ്മൾ രാഷ്ട്രീയ ചുറ്റുപാടുകൾ അറിയുന്നത്. വാർത്തകളൊക്കെ കണ്ടിട്ടല്ലേ. അതുപോലെ തന്നെയാണ് ഞാനും കാര്യങ്ങളൊക്കെ അറിയുന്നതും വിലയിരുത്തുന്നതും. ഇപ്പോൾ ഞാൻ എല്ലാ ചാനലുകളും നോക്കി ന്യൂസൊക്കെ കാണുമ്പോൾ അവസാനം ഞാനൊരു നിഗമനത്തിലെത്തുന്ന കാര്യമാണ് ഞാൻ ഇവിടെ വന്ന് പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഇവർക്ക് എങ്ങനെ അറിയാം, ഇവരൊരു സ്ത്രീയല്ലേ, ഇവർ ആണുങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി സംസാരിക്കാഞ്ഞാൽ എങ്ങനെ ഇവർക്ക് രാഷ്ട്രീയം അറിയാം എന്നൊരു തോന്നലൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതേക്കുറിച്ച് ഞാനിപ്പോൾ എന്താ പറയുക, നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾ കണ്ടതാണ് പരലോകം എന്ന് നിങ്ങൾ വിചാരിക്കുമ്പോൾ അതിന് എനിക്കിപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒരു നെഗറ്റീവ് കമൻറ്റുകളൊക്കെ കഴിഞ്ഞ തവണ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കമൻറ്റുകളായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അതായത് ടോട്ടൽ 10 കമൻറ്റുകൾ വന്നിട്ടുള്ളതിൽ 8 കമൻറ്റും നെഗറ്റീവാണ്. പക്ഷേ അവിടെ ഒരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിലവിൽ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ ആ ഒരു വീഡിയോയ്ക്ക് 25, അതായത് ഒരു കേരളത്തിലെ ഒരു ഇലക്ഷൻ റിസൾട്ടുമായി ബന്ധപ്പെട്ട് ഞാൻ ചെയ്ത വീഡിയോയ്ക്ക് 25 ലൈക്ക് കിട്ടിയിട്ടുണ്ട് എന്നത് എനിക്കൊരു സന്തോഷമുള്ള കാര്യമാണ്. അതോടൊപ്പം ഇപ്പോൾ നിലവിൽ 219 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഞാൻ ആ ഒരു വീഡിയോ ചെയ്യുമ്പോൾ കേരളത്തിലെ ഇലക്ഷൻ റിസൾട്ടുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്യുമ്പോൾ 197 സബ്സ്ക്രൈബേഴ്സേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാ സബ്സ്ക്രൈബേഴ്സും അതിനുശേഷം വന്ന ആ ഒരു വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്തവരാണ് ബാക്കിയെല്ലാം. അതിലെനിക്ക് സന്തോഷമുണ്ട്. അതാണ് എൻ്റെ ഒരു ഊർജ്ജം. വീണ്ടും ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചതും ആ ഒരു ഊർജ്ജം തന്നെയാണ്. എന്നെ സംബന്ധിച്ച് 219 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് അത് വലിയൊരു നേട്ടം തന്നെയാണ്. സ്വയം എന്തോ വലിയ സംഭവം ആണെന്ന് വിചാരിക്കുന്നവരാണ് എപ്പോഴും മറ്റുള്ളവരെ കളിയാക്കി പറയുക. നിങ്ങൾ ഇപ്പം കമൻറ്റൊക്കെ കാണുമ്പോൾ എനിക്ക് വേഗം മനസ്സിലാവുന്നുണ്ട് അത് ഇടത് ചായ്വുള്ളവരാണെന്ന്. ഈ ഇടത് ചായ്വുള്ളവരാണ് ഏറ്റവും കൂടുതൽ സ്ത്രീകളെ അപമാനിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. നിങ്ങൾ വിചാരിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, എന്താ പറയുക, സ്വന്തമായിട്ട് ജോലിയും വരുമാനവും ഒന്നും ഇല്ലാത്ത സ്ത്രീകൾക്ക് രാഷ്ട്രീയമില്ല, അവർ ഭർത്താവ് പറയുന്ന പാർട്ടിക്ക് അവർ വോട്ട് ചെയ്തു പോരുന്നു, അവർക്ക് കാര്യമായിട്ടുള്ള ബോധമില്ല, ഭർത്താവ് പറയുന്നു ഇന്ന പാർട്ടിക്ക് അല്ലെങ്കിൽ ഇന്ന ചിഹ്നത്തിൽ നിന്ന് വോട്ട് ചെയ്യണമെന്ന് വിചാരിക്കുമ്പോൾ അവർ അതും കേട്ട് അനുസരിച്ച് വോട്ട് ചെയ്തു പോരുന്നു എന്നൊക്കെ നിങ്ങൾ വെറുതെ അങ്ങോട്ട് വിചാരിക്കുകയാണ്. എന്നെ സംബന്ധിച്ച് എൻ്റെ വ്യക്തിത്വത്തെ ബഹുമാനിക്കാത്ത ഒരാൾക്കും ഞാൻ വോട്ട് ചെയ്യില്ല. അത് ഏത് പാർട്ടി ആയാലും ശരി.